കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. അപ്പം നമുക്ക് ഇന്നലെ നമ്മൾ 11ാമത്തെ ശ്ലോകം അതിൽ ഹഠയോഗിയുടെ ആണല്ലോ പറഞ്ഞതല്ലേ. അപ്പോൾ ഹഠയോഗാഭ്യാസം കൊണ്ട് ഭഗവാന്റെ ആ ശരിക്കുള്ള യഥാർത്ഥമായ ആനന്ദ സ്വരൂപത്തെ അനുഭവിച്ച് ഞാൻ അറിഞ്ഞേ ഇരിക്കൂ എന്ന് നല്ല വാശിയോട് കൂടിയിട്ടുള്ള, അതായത് ഭഗവാന്റെ സ്വരൂപം ഞാൻ അനുഭവിക്കും, അതായത് ആത്മസാക്ഷാത്കാരത്തിന് എനിക്കുണ്ടാവും എന്ന് ഉറച്ച സങ്കല്പത്തോടു കൂടി ഈ കുംഭകം, അതായത് അകത്തൊക്കെ വായു എടുത്തിട്ട് പിന്നെ നമ്മൾ നിർത്തുക പറയുമല്ലോ, കുംഭകം ഇവിടെ നിർത്തണേനാണ്. പൂരകം ചാൽ അകത്തേക്ക് എടുക്കുക, കുംഭകം ചാൽ അങ്ങനെ നിർത്തുക, പിന്നെ പുറത്തേക്ക് കിടക്കണ രേചകം. അപ്പോൾ ഈ കുംഭകം എന്നുള്ള അഭ്യാസം കൊണ്ട് പ്രാണാപാന വായുക്കളെ ഹൃദയമധ്യത്തിൽ പിടിച്ച് നിർത്തിയിട്ട് പിന്നെ ഹൃദയകമലത്തെ വികസിപ്പിച്ച് പിന്നെ എന്താണ് ഞാൻ ആ ഭഗവാനെ കണ്ടെത്തും എന്നുള്ള വാശിയോടുകൂടി അങ്ങനെ എന്നിട്ട് എല്ലാ ഇന്ദ്രിയങ്ങളെയൊക്കെ അകത്തേക്ക് വലിച്ച് പ്രത്യാഹാരമൊക്കെ ചെയ്ത് അങ്ങനെയുള്ള യോഗികൾ അന്തര്യാമിയായിരിക്കുന്ന ഏതൊരു ഈശ്വരനെ അല്ലെങ്കിൽ ജ്ഞാനാനന്ദ സ്വരൂപനെ അങ്ങനെയുള്ള ഹഠയോഗികളൊക്കെ അത്രയും ബുദ്ധിമുട്ടിയിട്ടേ സാക്ഷാൽ അറിയുന്നുവോ ആ ഈശ്വരൻ തന്നെ ലോകാനുഗ്രഹത്തിന് വേണ്ടി മനുഷ്യരൂപം സ്വീകരിച്ച് രത്നകിരീടവും ധരിച്ച് സൂര്യനെ പോലെ അഥവാ സൂര്യനും കൂടിയും പ്രകാശത്തെ നൽകുന്ന ആളായി ഇരിക്കണം. അങ്ങനത്തെ ബ്രഹ്മാവിൻ്റെ, അതായത് അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു എന്നാണ്. ഇനി മായാതീതം 12 മായാതീതം മാധവമാദ്യം ജഗദാദിം മാനാതീതം മോഹവിനാശം മുനിവന്ദ്യം യോഗിധ്യേയം യോഗവിധാനം പരിപൂർണം വന്ദേ രാമം രഞ്ജിതലോകം രമണീയം. മായാതീതം ചന്ത, മായയ്ക്ക് അതീതനും. മാധവം ആരാണ്? മാധവൻ ചാൽ ലക്ഷ്മിയാണ്. അപ്പം മാധവൻ ചാൽ ലക്ഷ്മിപതിയും. ജഗദാദിം ജഗത്തിൻ്റെ ആദി പുരുഷനും ആദിയിലുള്ളവനും, അതായത് ജഗത്തുണ്ടാവുന്നതിൻ്റെ മുമ്പേ. മാനാതീതം, അതായത് പ്രമാണങ്ങൾക്കൊന്നും അധീനമല്ലാത്തവനും. മോഹവിനാശം, അതായത് അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനും. മുനിവന്ദ്യം, മുനികളാൽ വന്ദിക്കപ്പെടുന്നവനും അല്ലെങ്കിൽ വന്ദിക്കപ്പെടുവാൻ യോഗ്യനും. യോഗിധ്യേയം, യോഗികളാൽ ധ്യാനിക്കപ്പെടുന്നവനും. യോഗനിധാനം, യോഗങ്ങളുടെ ആധാരഭൂതനും. പരിപൂർണം, നിത്യ തൃപ്തനും. രഞ്ജിത ലോകം, വശീകരിച്ചിരിക്കുന്ന ലോകത്തോടു കൂടിയവനും. രമണീയം, അങ്ങേയറ്റം മനോഹര രൂപത്തോടു കൂടിയുമായ രാമം വന്ദേ, രാമനെ വന്ദിക്കുന്നു. അതായത് മായാതീതനും അല്ലെങ്കിൽ മായയിലത്തെ ഗുണങ്ങളാൽ സ്പർശിക്കപ്പെടാത്തവനും. വിഷ്ണു സ്വരൂപം ധരിച്ച് ലക്ഷ്മി ദേവിയുടെ ഭർത്തൃസ്ഥാനത്തെ സ്വീകരിച്ചവനും. ജഗത്തിൻ്റെ ഉൽപ്പത്തിക്ക് മുമ്പ് തന്നെ ഉള്ളവനും. ജഗത്തിന് കാരണഭൂതനും. ആദി പുരുഷനും, അതായത് പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാതിരിക്കുന്നവനും. ഹൃദയത്തിലുള്ള അജ്ഞാനത്തെ നശിപ്പിക്കുന്നവനും. പരമപുരുഷാർത്ഥ സ്വരൂപനായതുകൊണ്ട് എല്ലാവരും എല്ലാ മുനികളാലും ധ്യാനിക്കപ്പെടുന്നവനും. പരമാത്മസ്വരൂപനായതുകൊണ്ടാണ് യോഗികൾ ധ്യാനിക്കണം അല്ലേ, ധ്യാനിക്കപ്പെടുന്നവനും. സർവയോഗങ്ങളുടെയും ആധാരഭൂതനും. എപ്പോഴും നിത്യതൃപ്തനും പരിപൂർണനും. അന്തര്യാമിയായിട്ട് എല്ലാവരുടെ ഉള്ളിലും എല്ലാവരെയും വശീകരിച്ചിരിക്കുന്നവനും. അതിമനോഹര രൂപത്തോടു കൂടിയവനുമായ രാമനെ ഞാനിതാ നമസ്കരിക്കുന്നേ.
മായാതീതം മാധവമാദ്യം ജഗദാദിം മാനാതീതം മോഹവിനാശം മുനിവന്ദ്യം യോഗിധ്യേയം യോഗവിധാനം പരിപൂർണം വന്ദേ രാമം രഞ്ജിതലോകം രമണീയം. ഇനി 13 അത്സല സ്തുതിയ. ഭാവാഭാവപ്രത്യയഹീനം ഭവമുഖ്യൈർ യോഗാസക്തൈർചിതപാദാംബുജയുഗ്മം നിത്യം ശുദ്ധം ബുദ്ധമനന്തം പ്രണവാഖ്യം വന്ദേ രാമം വീരമശേഷാസുരഭാദാവം. എന്താണ് ഭാവാഭാവപ്രത്യയഹീനം? അതായത് ഭാവങ്ങളുടെയും അഭാവങ്ങളുടെയും പ്രത്യയത്തോട്, അതായത് കാര്യകാരണങ്ങൾക്ക് അധീനനല്ലാത്തവനും യോഗാസക്തൈഹി യോഗത്തിൽ ആസക്തന്മാരായ ഭവമുഖ്യൈ ശിവൻ, ഭവൻ ചവിടെ ശിവനാണ്, ശിവൻ മുതലായവരാൽ അർച്ചിത പാദാംബുജയുഗ്മം ദേവന്മാരാൽ പോലും അർച്ചിക്കപ്പെടുന്നവനും എന്ന പാദത്തോടു കൂടിയവനും, പിന്നെയോ നിത്യൻ, അതായത് നിത്യനും ശുദ്ധനും ബുദ്ധം ജ്ഞാനസ്വരൂപനും അനന്തനും പ്രണവാഖ്യം പ്രണവമാകുന്ന ആഖ്യയോടുകൂടിയും, പ്രണവം ഭഗവാൻ തന്നെയാണല്ലോ, പ്രണവം എന്ന പേരോടുകൂടിയവനും വലിയ വീരനും അശേഷാസുരദാവം സമസ്തരായ അസുരന്മാർക്ക് തീയ ദാവം ആണ്, അസുരന്മാരുടെ തീയായി വാഴുന്നവനും രാമം വന്ദേ രാമനെ വന്ദിക്കുന്നേ. ദുഷ്ടന്മാരുടെ തീയെ ചെന്താ ദുഷ്ടന്മാരെ നശിപ്പിക്കുന്ന ആള് അസുരന്മാരെ. അതായത് എന്താ അതിൽ പറഞ്ഞ വെച്ചാൽ കാര്യകാരണങ്ങളെ സംബന്ധിക്കുന്ന ഇന്ദ്രിയങ്ങളാണല്ലോ നമ്മൾ അതിനൊക്കെ അറിയണം, ഈ ലോകത്തിനൊക്കെ അറിയണം. അങ്ങനെ ഇന്ദ്രിയങ്ങളെ അല്ലെങ്കിൽ ആ ഇന്ദ്രിയജ്ഞാനത്തിന് വിഷയമല്ലാത്തവനും, അതാണ് കാര്യകാരണങ്ങളെ സംബന്ധിച്ചിരിക്കുന്ന ജ്ഞാനത്തിന് വിഷയമല്ലാത്തവനെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജ്ഞാനത്തിന് വിഷയമല്ലാത്തവനും, അതായത് ഇന്ദ്രിയാതീതനാണ്, ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഭഗവാനെ അറിയാൻ കഴിയില്ല എന്ന്. പിന്നെയോ യോഗനിഷ്ഠന്മാരായിട്ടുള്ള ശിവനെ പോലുള്ള ദേവന്മാരാൽ പൂജിക്കപ്പെടുന്ന പാതാരവിന്ദങ്ങളോടുകൂടിയവനും, പിന്നെയോ നിത്യനും, പിന്നെയോ ശുദ്ധനും നിത്യജ്ഞാനാനന്ദ സ്വരൂപനും അപരിച്ഛേദ്യനും, കാലാതീതനാണല്ലോ, അതായത് കാലം ദേശം ഇതിനൊക്കെ അതീതനാണല്ലോ, അതാണ് അപരിച്ഛേദ്യനും, പ്രണവം കൊണ്ട് ഉച്ചരിക്കപ്പെടുവാൻ യോഗ്യനും, അല്ലെങ്കിൽ പ്രണവം തന്നെയാണ് ഭഗവാൻ എന്ന്. ഓരോ കാലത്തും ധർമ്മം സ്ഥാപിക്കാനായിട്ട് അവനവൻ്റെ ശരീരത്തെ സ്വേച്ഛയാ സ്വീകരിച്ച് വീരപരാക്രമങ്ങൾ കാണിക്കുന്നവനും, ലോകത്തിന് ദ്രോഹികളായിട്ടുള്ള അസുരന്മാരാകുന്ന അല്ലെങ്കിൽ ദുഷ്ടന്മാരാകുന്ന അല്ലെങ്കിൽ ദുർജനങ്ങളാകുന്ന വനത്തെ ദഹിപ്പിക്കുന്ന അഗ്നി പോലെ ശോഭിക്കുന്നവനായ രാമനെ ഞാൻ നമസ്കരിക്കുന്നേൻ എന്ന് പറയാണ്. അതായത് ഇതൊക്കെ രാമൻ്റെ വിശേഷണങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള രാമനെ ഞാൻ നമസ്കരിക്കുന്ന, അതായത് ഇന്ദ്രിയജ്ഞാനത്തിന് വിഷയമല്ലാത്തവനും വലിയ വലിയ യോഗീശ്വരന്മാരാൽ പൂജിക്കപ്പെടുന്നവനും നിത്യനും ശുദ്ധനും ബുദ്ധനും അപരിച്ഛേദ്യനും പിന്നെ പ്രണവ മന്ത്രം കൊണ്ട് അറിയപ്പെടുന്നവനും പിന്നെ ധർമ്മ സംസ്ഥാപനത്തിനായിക്കൊണ്ട് ശരീരം സ്വേച്ഛയാ സ്വീകരിച്ച് വീരപരാക്രമങ്ങൾ കാണിക്കുന്നവനും ദുഷ്ടജനമാകുന്ന വനത്തിന് അഗ്നിയാവുന്നവനുമായിട്ടുള്ള ഭഗവാനെ നമസ്കരിക്കുന്നു. ഭാവാഭാവപ്രത്യയഹീനം ഭവമുഖ്യൈർ യോഗാസക്തൈർ അർച്ചിതപാദംബുജയുഗ്മം നിത്യം ശുദ്ധം ബുദ്ധമനന്തം പ്രണവാഖ്യം വന്ദേ രാമം വീരമശേഷാസുരദാവം. അസുരദാവം അസുരനാകുന്ന എന്താ പറയുക, കാടിനെ നശിപ്പിക്കുന്നതർത്ഥം, ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നത്. ത്വാമാദ്യന്തം ലോകതദീനാം പരമീശം ലോകാനാം നോ ലൗകികമാനൈരധിഗമ്യം ഭക്തിശ്രദ്ധാഭാവസമേതൈർഭജനീയം വന്ദേ രാമം സുന്ദരമിന്ദീവരനീലം. എന്താണ് ഈ ഒരു ശ്ലോകത്തിൽ എല്ലാം ഇങ്ങനെ നല്ല പ്രാർത്ഥനയാണ്. ലോകതദീനാം ലോകസമൂഹങ്ങളുടെ
ആദ്യന്തം, ആദിയും അന്തവുമായിരിക്കുന്നവനും, അല്ലേ, ഭഗവാനാണല്ലോ മുമ്പ് എല്ലാം. പരം എന്നാൽ ലോകത്തിൽ നിന്ന് ഭിന്നനും, ഈശം ഈശ്വരനും, ലോകാനാം നഹ ലോകത്തിലത്തെ ജീവികളായിട്ടുള്ള ഞങ്ങളുടെ, ലൗകികമാനേഹി ലോകത്തിലുള്ള പ്രമാണങ്ങളാൽ അധിഗമ്യ അറിയപ്പെടുവാൻ കഴിയുന്നവനും, ലോകാനാം ലോകത്തിലുള്ളവരുടെ, ലൗകികമാനേഹി ലൗകികമായ പ്രമാണങ്ങളാൽ നോ അധിഗമ്യം അറിയപ്പെടുവാൻ കഴിയാത്തവനും, ഭക്തി ശ്രദ്ധാ ഭാവസമേതേ ഭക്തിയോടും ശ്രദ്ധയോടും കൂടിയവരാൽ ഭജനീയം ഭജിക്കപ്പെടുവാൻ യോഗ്യനും, ഇന്ദീവര നീലം നീലത്താമരപ്പൂ പോലെ ഉള്ള നിറത്തോടു കൂടിയവനും, സുന്ദരം അതിമനോഹര രൂപത്തോടു കൂടിയവനുമായ രാമം വന്ദേ രാമനെ ഞാൻ വന്ദിക്കുന്നു. എന്താ വെച്ചാൽ ഇതിലിപ്പോൾ അതായത് അനേക ലോകങ്ങളുടെ ഉൽപ്പത്തിക്കും നാശത്തിനും കാരണഭൂതനും, ഉൽപ്പത്തിക്കും രക്ഷയ്ക്കും ലയത്തിനും കാരണഭൂതനും, ലോകങ്ങളിൽ നിന്ന് വേറിട്ട് ഭിന്നനായിരിക്കുന്നവനും, സകല സാധനങ്ങളെയും ഈ ലോകത്തിൽ കാണുന്ന എല്ലാത്തിനെയും അതാതിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നവനും, സാധാരണയായിട്ടുള്ള ലോകത്തിലെ സാധാരണ കാണുന്ന പ്രമാണങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തവനും, പരമ സ്നേഹവും അതായത് നല്ല ശ്രദ്ധയോടും ഭക്തിയോടും സർവാത്മനാ ഭജിക്കപ്പെടുവാൻ യോഗ്യനും, ഭക്തന്മാരാൽ ഭജിക്കപ്പെടുവാൻ യോഗ്യനും, നീലത്താമര പോലെ നീലനിറത്തോടു കൂടിയവനും, അതിമനോഹര രൂപത്തോടു കൂടിയവ രാമനെ ഞാൻ നമസ്കരിക്കുന്നേൻ. എല്ലാം എന്താണ് മഹത്വം പറഞ്ഞ് നമസ്കരിക്കുകയാണ്. ത്വാമാദ്യന്തം ലോകതദീനം പരമീശം, ലോകാനാം നോ ലൗകികമാനൈരധിഗമ്യം, ഭക്തിശ്രദ്ധാഭാവസമേതൈർഭജനീയം, വന്ദേ രാമം സുന്ദരമിന്ദീവരനീലം. ഇനി 16, ഇത് 15 അതെ 16. കോവാജ്ഞാതും ത്വാമതിമാനം ഗതമാനം, മാനാസക്തോ മാധവശക്തോ മുനിമാന്യം, വൃന്ദാരണ്യേ നന്ദിത വൃന്ദാരകവൃന്ദം, വന്ദേ രാമം ഭവമുഖവന്ദ്യം സുഖകന്ദം. അതിമാനം മീൻസ് അതിർത്തിയെ അതിക്രമിച്ചവനും, ഗതമാനം അളവ്, അതായത് അതിർത്തി ഇല്ലല്ലോ ഒന്നിനും, ഭഗവാന് യാതൊരു ഉപാധികളുമില്ല, അപ്പോൾ ഉപാധികൾക്കതീതനും അളവുകൾക്കതീതനും, മുനിമാന്യം മുനിമാരാൽ മാനിക്കപ്പെടുവാൻ യോഗ്യനും. പിന്നെന്താ, വൃന്ദാരണ്യെ വൃന്ദാവനത്തിൽ നന്ദിത വൃന്ദാരക വൃന്ദം, വൃന്ദാവനത്തിൽ ദേവന്മാരോടുകൂടി ആനന്ദിക്കുന്നവനും, ഭവമുഖവന്ദ്യം അതായത് ശിവൻ മുതലായ ദേവന്മാരാൽ വന്ദിക്കപ്പെടുവാൻ യോഗ്യനും, സുഖകന്ദം ആനന്ദത്തിൻ്റെ കന്ദം കിഴങ്ങാണ്, അപ്പോൾ ആനന്ദത്തിൻ്റെ മൂലസ്ഥാനവും, രാമനുമായ ത്വാം നിന്തിരുവടിയെ ജ്ഞാതും അറിവാനായിക്കൊണ്ട്, മാനാസക്തഹാക്ക മാനത്തിൽ ആസക്തനായ ഏതൊരുവൻ, അതായത് അഭിമാനികൾക്ക്, ദേഹാഭിമാനികൾക്ക്, ശക്ത സമർത്ഥനാവോ, ഏത് ദേഹാഭിമാനിക്കാണ് രാമനെ അറിയാൻ കഴിയാന്ന്. അപ്രകാരമുള്ള അങ്ങനെ ദേഹാഭിമാനികൾക്ക് അറിയാൻ കഴിയാത്തവനും ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവനും വൃന്ദാവനത്തിൽ കളിച്ചവനുമായിട്ട് രാമനെ ഞാൻ നമസ്കരിക്കുന്നു. അതായത് ഇതിലിപ്പോൾ എല്ലാം നല്ല സ്തുതിയാണ്. ദേശകാലാദികളായിട്ടുള്ള എല്ലാ ഉപാധികളെയൊക്കെ അതിക്രമിച്ചവനും, അപരിച്ഛേദ്യനും, മുനികളാൽ പൂജിക്കപ്പെടുവാൻ യോഗ്യനും, വൃന്ദാവനത്തിൽ അതിഞ്ഞ് വരാൻ പോണ അവതാരമാണ്, ഇതിപ്പോൾ രാമായണമാണല്ലോ. എന്തായാലും അടുത്ത അവതാരത്തിൽ വൃന്ദാവനവശൽ ദേവന്മാരെ ആനന്ദിപ്പിക്കുന്നവനും, ശിവൻ മുതലായ ദേവന്മാരാൽ നമസ്കരിക്കാൻ യോഗ്യനും, പരമാനന്ദത്തിൻ്റെ കിഴങ്ങും അല്ലെങ്കിൽ പരമാനന്ദത്തിൻ്റെ സ്വരൂപവും, ദേഹാഭിമാനികൾക്ക് ഒരിക്കലും അറിയാൻ കഴിയാത്തവനും, ആ പരമേശ്വരൻ്റെ സ്വരൂപമായിരിക്കുന്ന രാമനെ ഞാൻ നമസ്കരിക്കുന്നേൻ എന്നാണ് ഇതിൽ പറഞ്ഞത്. നല്ല സ്തുതികളാണ്. കോവാജ്ഞാതും ത്വാമതിമാനം ഗതമാനം, മാനാസക്തോ മാധവശക്തോ മുനിമാന്യം,
വൃന്ദാരണ്യേ നന്ദിത വൃന്ദാരകവൃന്ദം വന്ദേ രാമം ഭവമുഖ വന്ദ്യം സുഖകന്ധം. സുഖകന്ധം എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ കിഴങ്ങച്ചണ്ട. ഭഗവാനാണ് സുഖത്തിൻ്റെ പിന്നെ എന്താ പറയുക റീസോഴ്സ് തന്നെയല്ലേ. എല്ലാം ഭഗവാൻ ആനന്ദ സ്വരൂപനല്ലേ. നാനാശാസ്ത്രൈ വേദഗദംബൈ പ്രതിപാദ്യം നിത്യാനന്ദം നിർവിഷയജ്ഞാനമനാദിം മത്സേവാർത്ഥം മാനുഷഭാവം പ്രതിപന്നം വന്ദേ രാമം മരകതവർണം മധുരേശം. നാനാശാസ്ത്രൈ ബഹുവിധങ്ങളായ ശാസ്ത്രങ്ങളാലും വേദകദംബൈ വേദം കൂട്ടങ്ങളാലും പ്രതിപാദ്യം, അതായത് വേദങ്ങളിലത്തെ വിഷയമാണല്ലോ, വേദത്തിലത്തെ വിഷയമാകാൻ യോഗ്യനും നിത്യാനന്ദം നിത്യാനന്ദം നൽകുന്നവനും നിർവിഷയജ്ഞാനം, അതായത് വിഷയമില്ലാതിരിക്കുന്ന ജ്ഞാനത്തോടു കൂടിയവനും അനാദിം കാരണത്തോടു കൂടാത്തവനും മത്സേവാർത്ഥം എനിക്ക് സേവിക്കാനായിക്കൊണ്ട് എനിക്ക് സേവിക്കാനായിട്ട് മാനുഷവേഷം പ്രതിപന്നം ധരിച്ചവനും മധുരേശം മധുരാപുരിയുടെ രാജാവും മരതകവർണം മരതകമണിയുടെ വർണ്ണത്തോടുകൂടിയവനുമായ രാമം വന്ദേ രാമനെ വന്ദിക്കുന്നേ. അതായത് ബഹുവിധ ശാസ്ത്രങ്ങളെ കൊണ്ടും വേദസമൂഹങ്ങളെ കൊണ്ടും പ്രതിപാദിക്കപ്പെടുവാൻ യോഗ്യനും, അതായത് പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഒക്കെ പ്രതിപാദിച്ച ആളാണല്ലോ. അങ്ങനെ പ്രതിപാദിക്കപ്പെടുവാൻ യോഗ്യനും നാശരഹിതമായ ആനന്ദസ്വരൂപനും വിഷയങ്ങളിൽ നിന്ന് ഭിന്നനായിരിക്കുന്നവനും കാരണരഹിതനായും എൻ്റെ സേവയ്ക്ക് എനിക്ക് ഭജിക്കാൻ വിഷയമാവാനുള്ള കാരുണ്യം കൊണ്ട് മാനുഷരൂപം സ്വേച്ഛയാ സ്വീകരിച്ചവനും മരതകരത്നത്തിന് നിറത്തിന് തുല്യമായ നിറത്തോടു കൂടിയിരിക്കുന്നവനും മധുര രാജാവുമായ രാമനെ ഞാനിതാ നമസ്കരിക്കുന്നേൻ എന്നാണ് ഇതിൽ. നാനാശാസ്ത്രൈർവേദകദംബൈ പ്രതിപാദ്യം നിത്യാനന്ദം നിർവിഷയജ്ഞാനമനാദിം മത്സേവാർത്ഥം മാനുഷഭാവം പ്രതിപന്നം വന്ദേ രാമം മരതകവർണം മധുരേശം. ഇനി 18. ശ്രദ്ധായുക്തോ യപ്പടതീമം സ്തവമാദ്യം ബ്രാഹ്മം ബ്രഹ്മജ്ഞാനവിധാനം ഭൂയിമർത്യഃ രാമം ശ്യാമം കാമിതകാമപ്രദമീശം ധ്യാത്വാ പാതകജാലേർവിഗത സ്യാദ്. ബ്രഹ്മാവിനാൽ ചെയ്യപ്പെട്ടതും ബ്രഹ്മജ്ഞാനവിധാനം ബ്രഹ്മജ്ഞാനത്തെ ജനിപ്പിക്കുന്നതും ആദികാലത്തിൽ ഉള്ളതും ഇമം സ്തവം ഈ സ്തോത്രത്തെ ശ്രദ്ധായുക്തം ശ്രദ്ധയോടുകൂടി ഭുവിയമർത്യ ഭൂമിയിൽ ഏതൊരു മനുഷ്യൻ കാമിതകാമപ്രദം, അതായത് ആഗ്രഹിച്ച വസ്തുവിനെ പ്രദാനം ചെയ്യുന്നവനും ഈശം ഈശ്വരനും ശ്യാമം ശ്യാമളവർണ്ണനുമായ രാമനെ ധ്യാനിച്ചിട്ട് പഠതി പഠിക്കുന്നുവോ സ ധ്യാത ആ ധാതാവ് ധ്യാനിക്കുന്ന ആള് പാതകജാലൈ പാപസമൂഹങ്ങളോട് വിഗത സ്യാദ് വേറിട്ടവനായി പാപം വേറിട്ടവനായി ഭവിക്കും. അതായത് ഭൂമിയിൽ ജനിച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യൻ ആഗ്രഹങ്ങളെ മുഴുവൻ സാധിപ്പിക്കുന്ന സർവേശ്വരനും ശ്യാമളവർണ്ണനുമായ ശ്രീരാമനെ ധ്യാനിച്ചുകൊണ്ട് ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ടതും ബ്രഹ്മത്തെ അതായത് ബ്രഹ്മജ്ഞാനത്തെ ജനിപ്പിക്കുന്നതും ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട ഈ സ്തോത്രം മാത്രമല്ല ബ്രഹ്മജ്ഞാനത്തെ ജനിപ്പിക്കുന്നതും ആദികാലത്തുണ്ടായതുമായ ഈ സ്തോത്രത്തെ ശ്രദ്ധാപൂർവം ആര് പഠിക്കുന്നുവോ അവൻ സർവപാപങ്ങളിൽ നിന്നും വേറിട്ടവനായി ഭവിക്കും. അതായത് ഐഹികമായിട്ടുള്ള മോഹങ്ങളും സാധിക്കും, പിന്നെയോ പുനരാവർത്തിരഹിതമായ മോക്ഷം ലഭിക്കും. ആരാണ് ബ്രഹ്മാവിനാൽ സ്തുതിക്കപ്പെട്ട ബ്രഹ്മജ്ഞാനം നൽകുന്ന ഈ സ്തോത്രത്തെ ശ്രദ്ധയോടുകൂടി ആര് ഭജിക്കുന്നുവോ ആര് ധ്യാനിക്കുന്നുവോ ആ ധ്യാതാവിന് ആ ധ്യാനിക്കുന്ന ആൾക്ക് സർവപാപങ്ങളിൽ നിന്നും വേറിടുന്ന മാത്രമല്ല എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും എന്നാണ് ഫലശ്രുതിയാണ് പദ്. ശ്രദ്ധായുക്തോ എപ്പഴതീതം സ്തവം ബ്രഹ്മസ്തുതിയാണ്, നല്ല വിശേഷപ്പെട്ട സ്തുതി അത്. ശ്രദ്ധായുക്തോ എപ്പഴതീമം സ്തവമാദ്യം ബ്രാഹ്മം ബ്രഹ്മജ്ഞാനവിധാനം ഭൂയിമർത്യ രാമം ശ്യാമം കാമിതകാമപ്രദമീശം
ധ്യാത്വാധ്യാത പാതകജാലേർവിഗത സ്യാത്. പാതകജാലം വെച്ചാൽ അവരുടെ പാപം മുഴുവൻ നശിച്ചിട്ട് അവർക്ക് പുണ്യം മോക്ഷം കിട്ടുന്ന. ഇനി 2 ശ്ലോകം ഒന്നിച്ച് അതും കൂടി ചെയ്താൽ നമുക്ക് നിർത്തേണ്ടി വരും കേട്ടോ. 19ഉം 20ഉം. ശ്രുത്വാസ്തുതിം ലോകഗുരോർവിഭാവസു സ്വാംഗേ സമാദായ വിദേഹപുത്രികാം വിഭ്രാജമാനം വിമലാരുണദ്യുതിം രക്താംബരം ദിവ്യവിഭൂഷണാന്വിതാം പ്രോവാച സാക്ഷി ജഗതാം രഘുത്തമം പ്രപന്ന സർവാർത്തിഹരം ഹുദാശന ഗൃഹാണദേവീം രഘുനാഥ ജാനകീം പുരാത്വയാ മയ്യവരോപിതാം വനേ. വിഭാവസു അഗ്നിഭഗവാൻ ലോകഗുരു ബ്രഹ്മാവിൻ്റെ സ്തുതി ശ്രുത്വ കേട്ടിട്ട് അഗ്നിഭഗവാനെ വിഭ്രാജമാന വിശേഷമായി ശോഭിക്കുന്നവളും വിമലാരുണദ്യുതിം നിർമ്മലമായ കാന്തിയോടുകൂടിയവളും രക്താംബരം രക്തവർണ്ണമുള്ള വസ്ത്രത്തോടു കൂടിയവളും ദിവ്യവിഭൂഷണാന്വിത ദിവ്യങ്ങളായ ആഭരണങ്ങളോടുകൂടിയവളും വിദേഹപുത്രിക അതായത് വൈദേഹി അതായത് സീതയെ സ്വാംഗെ തൻ്റെ അംഗത്തിൽ സമാധായ എടുത്തിട്ട് അഗ്നിഭഗവാനെ ജഗതാം സാക്ഷി ലോകങ്ങളുടെ സാക്ഷിയായ ഹുതാശന അഗ്നിദേവൻ പ്രപന്നാർത്തിഹരം അതായത് ശരണാഗതി അടഞ്ഞവരുടെ ദുഃഖത്തെ തീർക്കുന്ന രഘുശ്രേഷ്ഠനോട് രഘുനാഥ ഹേ രഘുപതേ ത്വയാ അങ്ങയാൽ പുരാ മുമ്പേ വനത്തിൽ വെച്ച് മയി എന്നിൽ അവരോപിത വയ്ക്കപ്പെട്ട ജാനകീം ദേവിയും ജനകപുത്രിയായ ദേവിയെ ഗൃഹാണ സ്വീകരിച്ചാലും എന്ന് പ്രോവാച പറഞ്ഞു. അതായത് മായാസീതയാണ് ഇതെന്ന് പറഞ്ഞുല്ലോ. ശരിക്കുള്ള സീത അഗ്നിയിൽ സൂക്ഷിക്കാൻ കൊടുത്തിരുന്നു ശ്രീരാമനെ. ഇപ്പം അത് തിരിച്ചു കൊടുത്തു അഗ്നി എന്നുള്ള നിലയ്ക്കാണ് പറയുന്നത്. അതായത് ലോകങ്ങളുടെ മുഴുവൻ പിതാമഹനായിട്ടുള്ള ബ്രഹ്മദേവൻ ചെയ്ത സ്തുതി കേട്ടിട്ട് സന്തുഷ്ടനായിട്ട് അഗ്നിദേവൻ തുടുത്ത നല്ല ഭംഗിയുള്ള വസ്ത്രങ്ങളെടുത്ത് ദിവ്യങ്ങളായ ആഭരണങ്ങളും ധരിച്ച് ശുദ്ധമായി ശോഭിക്കുന്ന സീതാദേവിയെ തൻ്റെ മടിയിൽ വെച്ചും കൊണ്ട് അതായത് അഗ്നിദേവൻ വന്യകുണ്ഡത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് സർവ്വലോകങ്ങളുടെയും പുണ്യപാപങ്ങൾക്ക് അതായത് സർവ്വലോകങ്ങളുടെയും പുണ്യപാപങ്ങൾക്ക് സാക്ഷിയാണ് അഗ്നിദേവനി. എപ്പോഴും എല്ലാറ്റിനും സാക്ഷിയായിട്ടല്ലേ നമ്മൾ പറയുക. അഗ്നിശേഷൻ അതാണെന്നല്ലേ പറയുന്നത്. അതായത് സർവ്വ പുണ്യപാപങ്ങൾക്ക് സാക്ഷിയായിരിക്കുന്ന അഗ്നിദേവൻ ശരണാഗതി അടയുന്നവരുടെ എല്ലാവരുടെ ദുഃഖങ്ങളെയും സംഹരിച്ച് അനുഗ്രഹിക്കുന്ന ശ്രീരാമചന്ദ്രനോട് എന്താ പറഞ്ഞ അഗ്നിദേവൻ? ഹേ രഘുത്തമ, അങ്ങ് ഈ രാവണൻ അപഹരിക്കാൻ വന്ന സമയത്ത് അങ്ങ് കാട്ടിൽ വെച്ച് എന്നിൽ ഒളിപ്പിച്ചു വെച്ചില്ലേ, എന്നിൽ സമർപ്പിച്ച് ഒളിപ്പിച്ചു വെച്ച ദാനീയ ദേവിയ ഇതയെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് തിരിച്ചു കൊടുത്തു എന്നാണ്. അതായത് അഗ്നിപരീക്ഷ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അറിയോ, ബ്രഹ്മാവിൻ്റെ സ്തുതി കേട്ടിട്ട് വളരെ സന്തുഷ്ടനായിട്ടുള്ള അഗ്നിദേവൻ സീതാദേവിയെ മടിയിലിരുത്തിയിട്ട് സ്വീകരിച്ചിട്ട് തൻ്റെ മടിയിൽ വെച്ചും കൊണ്ട് ആ അഗ്നിദേവൻ അഗ്നിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. എന്നിട്ട് ശ്രീരാമചന്ദ്രനോട് പറയാണ് അഗ്നിദേവൻ, എന്താ അറിയോ, അങ്ങ് രാവണൻ അപഹരിക്കാൻ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ തന്നില്ലേ, ദാ ആ സീതാദേവിയെ ഞാൻ എന്താ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞു. അതാണ് ഇതിലെ അതായത് നീലത്താമരപ്പൂവിൻ്റെ ശോഭ പോലെ ഇരിക്കുന്ന ദേഹകാന്തി കൊണ്ട് നമുക്ക് അങ്ങേയറ്റം സന്തോഷം തോന്നുന്നതും ഈ സംസാരമാകുന്ന കൊടുങ്കാടിന് ഒരു കാട്ടുതീ പോലെ ഇരിക്കുന്ന അല്ലേ അല്ലല്ല മറ്റേ ഇതിപ്പോൾ അഗ്നിദേവൻ പറഞ്ഞതല്ലേ. അഗ്നിദേവൻ അപ്പം പറഞ്ഞു, ശരണം പ്രാപിക്കുന്നവരുടെ സകല ദുഃഖങ്ങളെയും സംഹരിച്ച് അവരെയൊക്കെ അനുഗ്രഹിക്കണം ശ്രീരാമചന്ദ്രസ്വാമിയെ. ഹേ രഘുത്തമ, നിന്തിരുവടി അങ്ങ് കാട്ടിൽ വെച്ച് എന്നിൽ സമർപ്പിച്ചതാ ജാനകീയ ദേവിയെ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്നാണ് ഈ 19-ലും 20-ലും പറയണം. അപ്പം ഞാൻ 19-ഉം 20-ഉം വായിച്ച് ഇന്നത്തെ നിർത്താം.
ശ്രുത്വാ സ്തുതിം ലോകഗുരോർവിഭാവസു സ്വാംഗേ സമാദായ വിദേഹപുത്രികാം വിഭ്രാജമാനം വിമലാരുണദ്യുതിം രക്താംബരം ദിവ്യവിഭൂഷണാന്വിതാം പ്രോവാച സാക്ഷി ജഗതാം രഘുത്തമം പ്രപന്ന സർവാർത്തിഹരം ഹുതാശന ഗൃഹാണ ദേവീം രഘുനാഥ ജാനകീം പുരാതയ ത്വയാ മയ്യവരോപിതാം വനേ. അതാണ്. അപ്പം അത് നന്നായിട്ടാണത് പറഞ്ഞത്. എന്താ വെച്ചാൽ ഇതാണ് അഗ്നിപരീക്ഷണം കൊണ്ട് മായാസീത ഇല്ലാതെ ഈ ശരിക്കുള്ള സീതയായിട്ട് തിരിച്ചു വന്നു. മായാസീതയാണപ്പോൾ അഗ്നിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ശരിക്കുള്ള സീത തന്നെയായി എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനീ നമ. ഗുരുവായൂരപ്പ ശരണം.